ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മുടെ നടികരുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതെ, നമ്മള് ഇതിന്റെ ടീസർ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു യോലോ വൈബ് ആയിരുന്നു അല്ലേ. പിന്നെ എനിക്ക് തല്ലുമാല ആ സംഭവമൊക്കെ മറ്റേ ഒരു എന്താ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സിമിലർ ആയിരുന്നു. നമ്മള് ഒരു ആക്ടറിന്റെ ജേർണി കാണിച്ചിരിക്കുന്ന ഒരു മൂവി പോലെയാണ് തോന്നിയത്. അതായത് നമ്മുടെ ആരായിരുന്നു, എന്ത് പഠിക്കലായിരുന്നു, ആരുടെ പഠിക്കൽ, എന്റെ തന്നെയാണോ പഠിക്കൽ, അങ്ങനെയൊക്കെ നമ്മുടെ സൗബിന്റെ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഈ ആക്ടർ ഇങ്ങനെ 2-3 മൂവിയൊക്കെ ചെയ്ത് ഭയങ്കര ഹിറ്റായി എന്നുള്ളൊരു സംഭവത്തിൽ പിന്നെ അയാളുടെ ആ ഒരു പ്രൈഡും സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊന്ന് ഫ്ലോപ്സ് വരുന്നു, പക്ഷെ എന്നാലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. പിന്നെ ആ ഡൗൺഫോൾ മൊമെന്റ്, ആ ഒരു ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യുന്ന ഒരു മൂവിയാണെന്ന് നമുക്കൊരു നമ്മുടെ ടോവിനോ തോമസ്, ലാൽ ജൂനിയർ, സോബിൻ ഷാഹിർ ആൻഡ് ഭാവനയാണ് നമുക്ക് ഉള്ളത്. അപ്പം ഇതിന്റെ ഈ മൂവി ഇറങ്ങുന്നത് May 3 ആൻഡ് ഇതിനൊക്കെ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വിച്ച് വി മിസ്ഡ്. അപ്പൊ നമുക്ക് എളുപ്പം ട്രെയിലർ ആണ്, അതിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. Roll camera. Roll interest. All passengers to kindly remain seated and fasten their seatbelts. Action. പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ്. മുഹമ്മദ് ഷാക്കിർ ഇസ് ഇൻ ഫ്ലേവർ, ഹൈലി ഇൻ ഫ്ലേവർ. താങ്കൾ സെറ്റിലൊക്കെ വന്ന് അലമുണ്ടാക്കുന്ന ഒരാളാണെന്ന് പൊതുവെയുള്ള സംസാരം. ദൗർഭാഗ്യവശാൽ എൻ്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരന്റെ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ട്. അന്ന് കാർ ഓടിച്ചിരുന്നത് ഞാനായിരുന്നില്ല. ഇൻസെൻസിറ്റീവ് സെൽഫ് ഓക്യുപൈഡ് പ്രിക്ക്. ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ടല്ലോ, അത് സത്യം. ആസ് ആൻ ആക്ടർ ഞാൻ എങ്ങനെയുണ്ട്? മെഡിക്കൽ റെപ്പോ ഫീൽ എവിടെ? ഞാൻ നാട്ടിൽ ചെന്നിട്ട് മാസ്റ്റർ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലാണ്ട് ആക്ടിംഗ് ഒക്കെ ആയിട്ട് പഠിക്കണോ? ഗുഡ് മോർണിംഗ്, ഞാൻ പഠിക്കാം. എന്റെ ആദ്യത്തെ 3 പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നോ? ഒരെണ്ണം ഇൻഡസ്ട്രി ഹിറ്റും അത് ചെയ്തു ഞാൻ തന്നെയല്ലേ. ആദ്യത്തെ 3 സൂപ്പറായിരുന്നു. താൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തന്റെ പണി പാളി. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. സ്റ്റാലിൻ സ്വാസ്കി, ബോളോസ്ക്വാസ്കി, ആശാമര തട്ടകം, അതൊരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. താൻ ഈ അടുത്തോളം ചെയ്തല്ല അവസാനമായിട്ട് അയ്യേ എന്താണ് സിംഹാസനം, സിംഹാസനം, എന്റെ അമ്മോ, അതൊന്നും ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ വിരലുകൊണ്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ, അങ്ങനെ സ്കോപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഈ സീനിലല്ല, സ്കോപ്പ് വന്നിട്ടൊന്ന് പറഞ്ഞു. സീരിയസ് ആയിട്ടൊരു കാര്യം ഈ സീനിലല്ലടാ. ഓക്കേ, ജസ്റ്റ് ഒരു എന്റർടൈനിങ് മൂവി ആണെന്ന് തോന്നുന്നു അല്ലേ? ഷൈൻ ഓൺ യു ക്രേസി ഡയമണ്ട്. ഓ മൈ ഗോഡ്, നൈസ്. അപ്പൊ ഇതൊരു എന്റർടൈനിങ് മൂവി അല്ലേ? എനിക്കൊന്ന് എല്ലാം ഫുൾ ഓൺ, എനിക്കൊന്ന് ഫണ്ണി മൊമെന്റ്സ് സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഭയങ്കര അരഗന്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. 3 മൂവീസ് ഹിറ്റ് ആയി കഴിയുമ്പോൾ പുള്ളിക്കാരനോട് സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞുകൊണ്ട് ഒരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം ഫ്ലോപ്പ് ആകാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അതിനകത്ത് സൗബിന്റെ ക്യാരക്ടർ ഇസ് ലൈക്ക് മാനേജർ, ഐ തിങ്ക് സോ, ഒരു മാനേജർ ഓർ സംതിങ് അങ്ങനെ എന്തോ. പുള്ളിക്കാരനാണ് ഇനി നന്നാക്കാൻ പോണേ എന്നുള്ളൊരു ടിപ്സ് ഉണ്ട്, അതൊക്കെ കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ആ ഒരു മറ്റേ ആ ഒരു തലയൊക്കെ മറ്റേ ഹെയർ കളറൊക്കെ വൈറ്റ് അടിച്ച് സൈനെ പോലെ ബിഗ് ബോസിൽ ഇപ്പം സായി അങ്ങനെ ഒരു ലുക്കിലാണ് നടക്കുന്നത്. ആൻഡ് ദെൻ പുള്ളിക്കാരൻ മോത്തൊക്കെ എല്ലാം കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവന്തോ ഒരു മര്യാദക്ക് ആ പുള്ളിക്കാരന്റെ ആ ഒരു സ്വാഗ് തന്നെയാണ് പറയുന്നത്. ആൻഡ് ദെൻ എനിക്ക് തോന്നുന്നു ഇത് പിന്നെ എങ്ങനെയാണ് കംബാക്ക് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഡൗൺഫോൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഭാവന പറയുന്നുണ്ട് കർമ്മ ഇസ് റിയൽ. എന്തായാലും ആളൊരു ചെറുതായിട്ട് നമുക്കൊരു ക്യാരക്ടർ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ടോവിനോ ഈ ചെയ്യുന്നത്. ഈ ആള് സെറ്റിലൊക്കെ വന്ന് ഫൈറ്റ് ഒക്കെ ചെയ്യും, അങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. മറ്റേ ആളുടെ കാലിൽ കൂടെ കയറ്റിക്കൊണ്ട് പോകുന്ന അയാൾ തന്നെയാണ്. പക്ഷെ ആ ഒരു ആ പ്രൈഡൊക്കെ തന്നെ ആളെ അഹങ്കാരിയാക്കി മാറ്റി എന്നിട്ട് പിന്നെ ദുബായിൽ എന്തോ പോകുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് നാട്ടിൽ പോയിട്ട് ആക്ടിങ് ക്ലാസ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ആദ്യം മുഖം വെച്ച് അഭിനയിക്കുന്നത് വിരല് വരെ എത്താവുന്ന രീതിയിലാണ് അവര് പുറകിൽ ചിരിക്കുന്നൊക്കെ രീതിയിൽ. ആഫ്റ്റർ ലൈക്ക് ഒരു എനിക്ക് നമ്മൾ അന്വേഷിപ്പിൻ കണ്ടെത്തിൻ
അന്വേഷിപ്പ് കണ്ടെത്തും. ആ മൂവിയില് നമ്മള് കുറച്ചൊരു സീരിയസ് നോട്ടായിട്ടുള്ള ഒരു ടോവിനോടാണ് കണ്ടത്. ഇപ്പൊ വീണ്ടും കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ആ ഒരു ബഹളമൊക്കെ വെച്ചിട്ട് എന്തായാലും ഇത് കണ്ടിട്ട് ഇതിനകത്ത് നല്ല വെറൈറ്റി എഡിറ്റ്സ് ഉണ്ടായിരിക്കും തോന്നുന്നു. മറ്റേ നമ്മുടെ കല്ലുമാലയ്ക്ക് അത് ചില ഫൈറ്റ് സീൻ ഒക്കെ ഇല്ലായിരുന്നു, സ്ക്രീൻസും സ്പ്ലിറ്റ് ആയി, അതുപോലെയൊക്കെ കാണാൻ സോങ്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല ഇതായിരുന്നു, ഒരു എൻഗേജിങ് കൈൻഡ് ഓഫ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ പല വേർഷൻസ് ഓഫ്, അതായത് ആ മൂവി ക്യാരക്ടേഴ്സിന്റെ പല വേർഷൻസ് ഓഫ് ഫേസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ റിയാക്ഷൻ ടു ദ ട്രെയിലർ. അപ്പൊ ഇനിയിപ്പോ 3-ാം തീയതി റിലീസ് ആവും, നമുക്ക് കാത്തിരിക്കാം. എന്താണ് ഇതിന്റെ അല്ലേ?